ഹായ്, സെലിബ്രേറ്റിംഗ് ദ ഡേ 7 ഓഫ് പ്രൈഡ് മന്ത്. ഇന്ന് ഞാൻ ദേവദത്ത് പട്നായിക്കിൻ്റെ ജയ എന്ന് പറയുന്ന ഇറ്റ്സ് എ റീടെല്ലിംഗ് ഓഫ് മഹാഭാരത സ്റ്റോറീസ്. ഇതിലെ 2 കഥകളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ദേവന്മാരുടെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തി കൊടുത്തിരുന്ന ആളാണ് ബൃഹസ്പതി എന്ന് പറയുന്നത്. അപ്പം ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ ബൃഹസ്പതിയുടെ അടുത്ത് ബൃഹസ്പതിയുടെ ഭാര്യ താര എപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. ആൻഡ് ബൃഹസ്പതി വളരെ ഒരു മാത്തമാറ്റിക്കൽ, ലോജിക്കൽ, റീസണിങ്, എപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന് സ്നേഹവും ഇതൊന്നും കിട്ടാത്ത കാരണം താര ചന്ദ്രദേവനുമായി ഇഷ്ടത്തിലാവുകയും ചന്ദ്രദേവൻ്റെ ഒപ്പം പോവുകയാണ് ഉണ്ടാകുന്നത്. ബൃഹസ്പതി ഇത് അറിഞ്ഞ് ആകെ രോഷാകുലനായിട്ട് ഇപ്പം തന്നെ താരയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവന്മാരോട് പറയാണ്. അങ്ങനെ ഇന്ദ്രദേവൻ്റെ ആജ്ഞപ്രകാരം താര തിരിച്ചു വരികയാണ്. താര തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് താര ഗർഭിണിയാണെന്ന്. അപ്പോൾ ബൃഹസ്പതി താരയോട് ചോദിക്കുകയാണ്, ആരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ? അപ്പോൾ താര ഒന്നും പറയുന്നില്ല. ആ സമയത്ത് താരയുടെ ഉദരത്തിൽ നിന്ന് ആ കുഞ്ഞ് തന്നെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ആരാണ് എൻ്റെ അച്ഛൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ താര പറയുകയാണ്, ചന്ദ്രദേവനാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ബൃഹസ്പതി ദേഷ്യം കൊണ്ട് ആ കുഞ്ഞിനെ ശപിക്കുകയാണ്, നീ ജനിക്കുമ്പോൾ ആണുമാകില്ല പെണ്ണുമാകില്ല എന്ന്. അങ്ങനെ ആ കുഞ്ഞുണ്ടാവുകയാണ്. ആ കുഞ്ഞിൻ്റെ പേരാണ് ബുദ്ധ് എന്ന് പറയുന്നത്. പിന്നെ ബുദ്ധ് വലുതാവുന്നു. അപ്പം താരയോട് ചോദിക്കുന്നു, അമ്മയെ ഞാൻ ആരെയാണ് കല്യാണം കഴിക്കുക വലുതാകുമ്പോൾ? എനിക്ക് ഭർത്താവാണോ ഉണ്ടാവുക, എനിക്ക് ഭാര്യയാണോ ഉണ്ടാവുക എന്നിങ്ങനെ ബുദ്ധ എപ്പോഴും താരയോട് ചോദിക്കും. അങ്ങനെ ബുദ്ധ കല്യാണം കഴിക്കുന്ന ആളാണ് ഇല എന്ന് പറയുന്നത്. ഇനി ഇലയുടെ പുറകിലുള്ള കഥ എന്താണെന്ന് കേൾക്കാം. ഇല എന്ന് പറയുന്നത് ആക്ച്വലി ഒരു രാജകുമാരനായിരുന്നു. സുദ്യോമ്ന എന്ന് പറയുന്ന ഒരു രാജകുമാരൻ. സമയത്ത് ശിവനും ശക്തിയും താമസിക്കുന്ന ഒരു കാടുണ്ട്. അപ്പം ശക്തി ദേവിയുടെ ആഗ്രഹപ്രകാരം ശിവൻ ആ കാടിനൊരു ശാപം കൊടുക്കുകയാണ്. അതായത് ഏതെങ്കിലും പുരുഷന്മാർ ആ കാട്ടിനകത്ത് കയറിയാൽ അവരുടനെ സ്ത്രീകളായി മാറുന്നത്. അങ്ങനെ ഇതറിയാതെ ഈ സുദ്യോമ്ന എന്ന് പറയുന്ന രാജകുമാരൻ ആ കാട്ടിൽ കയറുകയും ആള് ഒരു സ്ത്രീയായി മാറുകയും ചെയ്യുകയാണ്. അപ്പം അതറിഞ്ഞ ഉടനെ ഈ രാജകുമാരൻ ശക്തി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ ശാപം മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശക്തി ദേവി ആ രാജകുമാരനോട് പറയാണ്, ശിവൻ ഓൾറെഡി കാസ്റ്റ് ചെയ്ത ആ സ്പെല്ല് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ഞാനിത് വേണമെങ്കിൽ ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്ത് തരാമെന്ന് പറയുകയാണ്. അപ്പം ശക്തി ദേവി ആ ഇലയോട് പറയുന്നത് ഇങ്ങനെയാണ്, അമാവാസി മുതൽ പൗർണമി വരെ നീ ഒരു ആണും പൗർണമി മുതൽ അമാവാസി വരെ നീ ഒരു പെണ്ണുമായിരിക്കുന്നു. ആണും പെണ്ണുമല്ലാത്ത ബുദ്ധനും ഒരേ സമയം ആണും പെണ്ണുമായിട്ടുള്ള ഇലയും കല്യാണം കഴിക്കുകയും അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാണ്. ആ ഒരു വംശത്തെയാണ് ചന്ദ്രവംശികൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ വായിക്കുന്ന മഹാഭാരതം എന്ന് പറയുന്ന കഥ എന്ന് പറയുന്നത് ചന്ദ്രവംശികളുടെ കഥയാണ്. അതായത് നമ്മുടെ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബുദ്ധനും ഇലയുമാണ് എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് LGBTQ അല്ലെങ്കിൽ ട്രാൻസ് ഡിസ്കോഴ്സസ് പറയുമ്പോൾ കേൾക്കുന്ന ഒരു ക്രിറ്റിസിസമാണ്, ഇത് നമ്മുടെ സംസ്കാരത്തിൽ പെടുന്നതല്ല, ഇത് വെസ്റ്റേൺ തോട്ട്സിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് പറയുന്നതാണെന്നുള്ള കാര്യം. ഇപ്പോൾ ഈ കഥയിൽ തന്നെ ബുദ്ധൻ ഉണ്ടാകുന്നത് മാരേജിന് പുറത്താണ്. അതേപോലെ തന്നെ ആംബിക്വസ് ജെൻഡേഴ്സ്, ആംബിക്വസ് സെക്ഷുവാലിറ്റീസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉണ്ടെന്നാണ്. മേ ബി വി ഷുഡ് ഓൾസോ ഓപ്പൺ അവർ മൈൻഡ് ലൈക്ക് അവർ ആൻസസ്റ്റേഴ്സ് യൂസ് ടു ഡു. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇന്നത്തെ പ്രൈഡ് സ്റ്റോറി. ഹാപ്പി പ്രൈഡ്.